ഇനി നമ്മൾക്ക് വീഡിയോയിൽ ജാക്കോബി സിമ്പലിൻ്റെ അടുത്ത രണ്ട് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. പി ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ -1/p ജാക്കോബി സിമ്പൽ -1/p ഈക്വൽ ടു -1/p -1/2. സെക്കൻഡ് പ്രോപ്പർട്ടി 2/p ഈക്വൽ ടു -1/p² -1/8. ഓക്കെ, നമുക്ക് ജാക്കോബി സിമ്പൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള പ്രോപ്പർട്ടീസാണ് -1p -1ൽ -1/pൻ്റെ വാല്യൂ 2/pൻ്റെ വാല്യൂ. ഓക്കെ, പ്രൂഫ് നോക്കുക. പി ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടാവും. ഓക്കെ, പിക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടാവും. അതിൻ്റെ മുന്നേ പ്രൈം ഫാക്ടറൈസേഷൻ ഇല്ലാത്ത നമ്പറാണ് 1. ഓക്കെ, n/1 എപ്പോഴും 1 ആയിരിക്കും. അതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. പി ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ പി -1 ആവുന്ന കേസ്, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ഇല്ലാത്ത കേസാണെങ്കിൽ -1/p എന്താവും? ബൈ ഡെഫിനിഷൻ 1 ആവും. ഓക്കെ, അതായത് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ -1/0 വരും, അത് 1 ആകും. ഓക്കെ, അതേപോലെ തന്നെ 2/p 2/1 എന്തിന് ഈക്വൽ ആയിരിക്കും? 1ന് ഈക്വൽ ആയിരിക്കും ബൈ ഡെഫിനിഷൻ ഓഫ് ജാക്കോബി സിമ്പൽ. ഇവിടെ -1/p² -1/8 -1/0 വരും, അപ്പോൾ 1. അതായത് p ഈക്വൽ ടു 1ൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി പി 1 അല്ലാത്ത ഓഡ് പോസിറ്റീവ് ഇൻറ്റിജറിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക ഈ പ്രോപ്പർട്ടീസ്? ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പിക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടാവും. ഓഡ് പോസിറ്റീവ് ഇൻറ്റിജറാണ്, 1 അല്ല. അപ്പോൾ പിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യുക. അതിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക: p1 p2 എക്സെട്ര pm. അതായത് പ്രൈംസിൻ്റെ പ്രോഡക്ട്സ്, പ്രൈമിൻ്റെ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റ് അല്ല, പ്രൈംസിൻ്റെ പ്രൊഡക്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. ഈ p1ഉം p2 എക്സെട്ര pi's ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിക്കോണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, n ഈക്വൽ ടു p ഈക്വൽ ടു 9 ചൂസ് ചെയ്താൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 3 × 3 എന്നായിരിക്കും, 3² എന്നാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യാം. p ഈക്വൽ ടു p1 p2 എക്സെട്ര pm pi's ഡിസ്റ്റിങ്ക്റ്റ് ആയിക്കോണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പീനെ നമുക്ക് ഇങ്ങനെ എഴുതാം: പ്രോഡക്റ്റ് i റൺസ് ഫ്രം 1 to m pi എന്ന് എഴുതാം. അതിൽ തന്നെ piനെ ഞാൻ 1 + pi - 1 എഴുതുന്നുണ്ട്. ഓക്കെ, 1 + pi - 1 piക്ക് ഈക്വൽ ആയിരിക്കും. pi'സിൻ്റെ പ്രൊഡക്റ്റാണ് p. അപ്പോൾ p എന്തിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും? 1 + pi - 1ൻ്റെ 1 + pi - 1ൻ്റെ പ്രൊഡക്ട്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ചെയ്തത്. അങ്ങനെ പ്രൊഡക്റ്റ് എടുത്താൽ എന്തായിരിക്കും? എന്തിന് ഈക്വൽ ആയിരിക്കും? ആദ്യം എല്ലാ ബ്രാക്കറ്റിൽ നിന്നും, അതായത് 1 + pi - 1 എന്നുള്ള m ബ്രാക്കറ്റ്സ് ഉണ്ടാവും പ്രോഡക്റ്റ് എടുക്കാനുള്ള. അതിലെല്ലാ ബ്രാക്കറ്റിൽ നിന്നും 1 ചൂസ് ചെയ്താൽ, അപ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക 1ന് പ്ലസ്. ഇനി ഉള്ള ടേംസ് എന്ന് പറഞ്ഞാൽ എല്ലാ m-1 ബ്രാക്കറ്റ്സിൽ നിന്ന് 1 ചൂസ് ചെയ്യുക. പിന്നെ ഓരോരോ ബ്രാക്കറ്റ്സിൽ നിന്നും pi - 1നെയും ചൂസ് ചെയ്യുക. അങ്ങനെ ഉള്ള m ടേംസ് ഉണ്ടാവും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സമ്മിൽ. ഓക്കെ, അതാണ് സമ്മേഷൻ i റൺസ് ഫ്രം 1 to m pi - 1. പിന്നെ വരുന്ന ടേംസ് എങ്ങനെയുള്ളതായിരിക്കും? m-2 ബ്രാക്കറ്റ്സിൽ നിന്ന് 1നെ ചൂസ് ചെയ്യുക. ബാക്കിയുള്ള ബ്രാക്കറ്റ്സിൽ നിന്ന് pi - 1നെയും pj - 1നെയും ചൂസ് ചെയ്യുക. അങ്ങനെയുള്ളതുണ്ടാവും. അതായത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആദ്യം എല്ലാ ബ്രാക്കറ്റിൽ നിന്നും 1നെ ചൂസ് ചെയ്യുക. 1നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള
പ്രൊഡക്റ്റ് ചെയ്തിട്ട് വരുന്ന ടേം 1, പിന്നെ ഒരു ബ്രാക്കറ്റിൽ നിന്ന് pi-1 ചൂസ് ചെയ്യുക, ബാക്കിയുള്ള എല്ലാ ബ്രാക്കറ്റിൽ നിന്നും 1 ചൂസ് ചെയ്തിട്ടുള്ള ടേംസ്, പിന്നെ രണ്ട് ബ്രാക്കറ്റ്സിൽ നിന്ന് pi-1 pij-1 രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് സെക്കൻഡ് ടേം pi-1 ചൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ബ്രാക്കറ്റ്സിൽ നിന്നൊക്കെ 1 ചൂസ് ചെയ്തിട്ട് വരുന്ന പ്രോഡക്റ്റ് വരുന്ന ടേം. ഓക്കെ, അതാണ് സമ്മേഷൻ i <1 ≤ i സ്ട്രിക്ട്ലി ലെസ് ദാൻ j എന്ന് എഴുതണം. സ്ട്രിക്ട്ലി ലെസ് ദാൻ j ലെസ് ദാൻ ഓർ ഈക്വൽ ടു m pi-1 pj-1. പിന്നെ 3 ബ്രാക്കറ്റിൽ നിന്ന് pi-1 ചൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ബ്രാക്കറ്റ്സിൽ നിന്നൊക്കെ 1 ചൂസ് ചെയ്യുന്ന ടേംസ് ഉണ്ടാവും. അതാണ് പ്ലസ് എക്സെട്ര എന്ന്. പിന്നെ അവസാനത്തെ ടേം അതായിരിക്കും പ്രോഡക്റ്റ് pi-1. ഓക്കെ, each factors p-1 is even, so each sum after the first is divisible by 4. അതായത് ഇവിടെ pi-1കളൊക്കെ ഈവൻ ആയിരിക്കും. ഈ ഞാനിപ്പോൾ പ്രോഡക്റ്റിനെ സമ്മാക്കിയിട്ട് എഴുതിയിട്ടുള്ള ടേംസിൽ വരുന്ന pi-1കളൊക്കെ ഈവൻ ആയിരിക്കും. കാരണം pi ഓഡ് പ്രൈം നമ്പറാണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ ഈവൻ നമ്പർ ആയിരിക്കും. അതായത് pi-1 ഒക്കെ ഈവൻ ആയിരിക്കും. അപ്പോൾ തൊട്ട് മുന്നേ എഴുതിയ ടേമിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ pi-1 മോർ ദാൻ 1 ബ്രാക്കറ്റിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ബ്രാക്കറ്റിൽ നിന്നൊക്കെ 1 ചൂസ് ചെയ്തിട്ട് വരുന്ന ടേംസിനെയൊക്കെ 4 ഡിവൈഡ് ചെയ്യും. ഓക്കെ, കാരണം അങ്ങനെയുള്ള ടേംസിലൊക്കെ അറ്റ്ലീസ്റ്റ് 2 pi-1കളുണ്ടാവും. ഈ pi-1കളൊക്കെ ഈവൻ ആണ്. അപ്പോൾ രണ്ട് ഈവൻ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ 4 ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, p കോൺഗ്രുവൻറ്റ് ടു 1 പ്ലസ് സമ്മേഷൻ i റൺസ് ഫ്രം 1 to m pi-1 മോഡ് 4 എന്ന് പറയാം. ഓക്കെ, അതായത് പിന്ന് 1 പ്ലസ് സമ്മേഷൻ i റൺസ് ഫ്രം 1 to m pi-1 സബ്ട്രാക്ട് ചെയ്താൽ അതിനെ 4 ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് p-1 കോൺഗ്രുവൻറ്റ് ടു സമ്മേഷൻ i റൺസ് ഫ്രം 1 to m pi-1 മോഡ് 4. ഓക്കെ, മാത്രമല്ല p-1 ഈവൻ ആണ്, pi-1 ഈവൻ ആണ്. ഓക്കെ, അപ്പോൾ pi-1ൻ്റെ സമ്മും ഈവൻ തന്നെയായിരിക്കും, pi-1ൻ്റെ സമ്മും ഈവൻ ആയിരിക്കും. അപ്പോൾ p-1 2 ഡിവൈഡ് ചെയ്താലും ഈ സമ്മിനെ pi-1 2 ഡിവൈഡ് ചെയ്താലും അത് 2ൻ്റെ സെയിം റെസിഡ്യൂ ക്ലാസ്സിലായിരിക്കും വരിക. ഓക്കെ, അതായത് ഇപ്പോൾ കിട്ടിയ കോൺഗ്രുവൻസിനെ നമ്മൾക്ക് 2 ഡിവൈഡ് ചെയ്യുക. കാരണം കോൺഗ്രുവൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടേമും റൈറ്റ് സൈഡിലുള്ള ടേമും 2 ഡിവിസിബിളാണ്. ഓക്കെ, അതാണ് എഴുതിയത്. 1/2 p-1 കോൺഗ്രുവൻറ്റ് ടു 1/2 സമ്മേഷൻ i റൺസ് ഫ്രം 1 to m pi-1 മോഡ് 2. ഇനി -1/p കൺസിഡർ ചെയ്യാം. Jacobi symbol -1/p equal to, by definition of Jacobi symbol, product i runs from 1 to m -1 legendary symbol -1/pi. ലെജൻഡറി സിമ്പിളിൽ -1/pi നമ്മൾ ഒരു തിയറത്തിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. -1/pi എന്തിന് ഈക്വൽ ആയിരിക്കും? ലെജൻഡറി സിമ്പിളിൽ -1 pi -1/2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ലെജൻഡറി സിമ്പിളിൽ ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രോഡക്റ്റ് ഐക്ക് വാല്യൂസ് കൊടുത്തിട്ട് പ്രോഡക്റ്റിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എഴുതിയതാണ്. പ്രോഡക്റ്റ് സിമ്പിൾ ഒഴിവാക്കിയിട്ട് -1 pi -1/2 ഇൻറ്റു -1 p2 -1/2 എക്സെട്ര ഇൻറ്റു -1 pm -1/2 -1 നോക്കണം -1 pm -1/2.
ഓക്കെ. അതായത് -1 റൈസ് ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m pi -1/2. ഓക്കെ. അപ്പോൾ -1ൻ്റെ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ പവേഴ്സിനെ സം ചെയ്താൽ മതി. -1 റൈസ് ടു സം ഓഫ് പവേഴ്സ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m pi -1/2. 2 ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഐ ആണ്. അപ്പോൾ 2 പുറത്ത് വരും. ഡിനോമിനേറ്ററിലുള്ള 2 പുറത്ത് വരും. -1 റൈസ് ടു 1/2 ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m pi -1. ഓക്കെ. നമ്മൾ സ്റ്റാറിന്ന് നെയിം ചെയ്തിട്ടുള്ള കോൺഗ്രുവൻസ് നോക്കാം. അതിലെന്താ പറയുന്നത്? 1/2 ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m pi -1ൻ്റെയും 1/2 ഇൻറ്റു p -1ൻ്റെയും റെസിഡ്യൂ ക്ലാസ് സെയിം ആണ്. അതായത് 2ലുള്ള റെസിഡ്യൂ ക്ലാസ് സെയിം ആണ്. അതായത് ഈ രണ്ട് ടേംസും ഒന്നില്ലെങ്കിൽ ഈവൻ ആവാം, അല്ലെങ്കിൽ ഓഡ് ആവാം. അതായത് സെയിം നേച്ചർ തന്നെ ആയിരിക്കും. ഒന്ന് ഓഡാണെങ്കിൽ മറ്റതും ഓഡ് തന്നെ ആയിരിക്കും. ഒന്ന് ഈവൻ ആണെങ്കിൽ മറ്റതും ഈവൻ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ -1ൻ്റെ പവറിലുള്ള ടേമാണ്. അപ്പോൾ ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? -1 റൈസ് ടു 1/2 ഇൻറ്റു p -1ന് ഈക്വൽ ആയിരിക്കും ഫ്രം സ്റ്റാർ. ഓക്കെ. കാരണം ഈ രണ്ട് നമ്പേഴ്സും 2ൻ്റെ സെയിം റെസിഡ്യൂ ക്ലാസ്സിലാണ്. അതായത് രണ്ട് നമ്പേഴ്സും ഒരു നമ്പർ ഓഡാണെങ്കിൽ മറ്റേ നമ്പർ ഓഡാണ്, ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ മറ്റേ നമ്പറും ഈവൻ ആണ്. ഓക്കെ. -1ൻ്റെ പവറിലുള്ള ടേമാണ് -1 റൈസ് ടു ആ പവറിലുള്ള ടേമിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ പവറിൽ ഈവൻ ആണെങ്കിൽ -1 റൈസ് ടു ഈവൻ നമ്പർ 1, ഓഡാണെങ്കിൽ -1 വരും. ഓക്കെ. അപ്പോൾ അതായത് നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? 1/2നെ റെസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് -1 റൈസ് ടു p -1/2. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയി. ഓക്കെ. ട്രിവിയലാണ്. നിങ്ങൾ ഫാക്ടറൈസേഷൻ നോക്കിയാൽ മതി. രണ്ട് കാര്യം, പീൻ്റെ ഫാക്ടറൈസേഷൻ എടുക്കുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ആയിക്കോണമെന്നില്ല. P1 P2 എക്സെട്ര Pm എന്നുള്ള രീതിയിൽ ഫാക്ടറൈസേഷൻ എടുക്കുക. പിന്നെ ഈ സ്റ്റെപ്പ് ഓർത്ത് വെക്കുക, PIസിനെ 1 + pi -1 എന്നുള്ള രൂപത്തിൽ എഴുതുന്നുണ്ട്. ഓക്കെ. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാണ്. പീനെ എപ്പോഴും ഇതേപോലെ ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യുക. P = P1 P2 എക്സെട്ര PR. ഓക്കെ. അതിൽ PIs ഒക്കെ പ്രൈമാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിക്കോണമെന്നില്ല. അപ്പോൾ 2/p കാൽക്കുലേറ്റ് ചെയ്യുക. ബൈ ഡെഫിനിഷൻ ഓഫ് ജാക്കോബി സിമ്പൽ 2/p = പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to m. ലെജൻഡറി സിമ്പൽ 2/pi. 2/pi ലെജൻഡറി സിമ്പൽ 2/pi നമ്മൾ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. തിയറം 9.5 അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2/pi -1 റൈസ് ടു pi² -1/8 by theorem 9.5 by a property of legendary symbol. Product I runs from 1 to m -1 raised to pi² -1/8. Product എടുക്കുക. -1 raised to p² -1/8 into -1 raised to p² -1/8 etc. -1 raised to pm² -1/8. പവേഴ്സ് അതിങ്ങനെ ആയിട്ട് മാറും. -1 raised to summation I runs from 1 to m pi² -1/8. ഓക്കെ. -1ൻ്റെ പവേഴ്സിൻ്റെ സമ്മാണ്. അപ്പോൾ -1ൻ്റെ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് പവേഴ്സിൽ സം എടുത്താൽ മതി. ഓക്കെ. പവേഴ്സിൽ സം എടുക്കുക, എന്നിട്ട് -1 raised to ആ സം കണ്ടാൽ മതി. ഓക്കെ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ -1 raised to summation I runs from 1 to m pi² -1/8 1/8ഉം -1 raised to p² -1/8ഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. അത് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുക നോക്കുക. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. നേരത്തെ ഉപയോഗിച്ച സെയിം ഐഡിയ. ഈ പവറിലുള്ള രണ്ട് ടേംസിൻ്റെ -1ൻ്റെ
പവറിലുള്ള രണ്ട് നമ്പേഴ്സും സെഡ് കോൺഗ്രുവൻ്റ് ആണ്, കോൺഗ്രുവൻ്റ് മോഡുലോ 2 ആണെന്ന് പ്രൂവ് ചെയ്താൽ. ഓക്കെ, അതായത് ഈ രണ്ട് പവേഴ്സിൻ്റെ നേച്ചർ, ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ മറ്റേ നമ്പറും ഈവൻ ആയിരിക്കും, ഒരു നമ്പർ ഓഡ് ആണെങ്കിൽ മറ്റേ നമ്പറും ഓഡ് ആവുമെന്ന് പ്രൂവ് ചെയ്യുക. അതൊരു ഐഡിയ. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം, അത് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ശ്രമിക്കാം. ഓക്കെ, ഇവിടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ പി സ്ക്വയർ കൺസിഡർ ചെയ്യുക. പി സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും? പി സ്ക്വയർ പ്രോഡക്റ്റ് ആക്കണേ, സമ്മല്ല. പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to m പി ഐ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പ്രോഡക്റ്റ് പി ഐസിന് ഈക്വലാണ്. അപ്പോൾ പി സ്ക്വയർ പ്രോഡക്റ്റ് പി ഐ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇനി നേരത്തെ ചെയ്ത സിമിലർ ഐഡിയ ആണ്, ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ഈ പി ഐ സ്ക്വയറിനെ നമ്മൾ 1 + പി ഐ സ്ക്വയർ - 1 എന്നുള്ള രൂപത്തിൽ എഴുതുക. ഓക്കെ, അപ്പോൾ പി സ്ക്വയർ എന്തിനു ഈക്വൽ ആയിരിക്കും? 1 + പി ഐ സ്ക്വയർ - 1. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഡക്റ്റ് എടുക്കുക. ഓരോ ബ്രാക്കറ്റിൽ നിന്നും ആദ്യം 1, എല്ലാ ബ്രാക്കറ്റിൽ നിന്നും ആദ്യം 1നെ ചൂസ് ചെയ്തിട്ടുള്ള ടേം, പ്ലസ് ഇനി ഒരു ബ്രാക്കറ്റിൽ നിന്ന് പി ഐ സ്ക്വയർ - 1നെ, ബാക്കിയുള്ള ബ്രാക്കറ്റിൽ നിന്ന് 1നെ ചൂസ് ചെയ്തിട്ട് വരുന്ന ടേംസ്, പ്ലസ് ഏതെങ്കിലും രണ്ട് ബ്രാക്കറ്റിൽ നിന്ന് പി ഐ സ്ക്വയർ - 1നെ ചൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ബ്രാക്കറ്റ്സിൽ നിന്നൊക്കെ 1നെയും ചൂസ് ചെയ്തിട്ട് വരുന്ന ടേംസ്, അങ്ങനെ പ്ലസ് എക്സെട്ര. ഇതിൽ ആദ്യത്തെ രണ്ട് ടേം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ടേമും ഡിവിസിബിൾ ബൈ 64 ആയിരിക്കും. കാരണം പി സ്ക്വയർ -1 പി ഐ സ്ക്വയർ -1 ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. ഓക്കെ, അതാണ് താഴെ എഴുതിയത്. ഇതിൽ ആദ്യത്തെ രണ്ട് ടേംസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് 1, പിന്നെ സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m പി ഐ സ്ക്വയർ -1. ഓക്കെ, ആ രണ്ട് ടേമും ഒഴിവായിട്ട് വരുന്ന ബാക്കിയുള്ള എല്ലാ ടേമും ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. കാരണം പി ഐ സ്ക്വയർ -1 8 അതിനെ 8 ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സിനെ 8 × 8 64 ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം പി സ്ക്വയർ -1നെ 8 ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. നമുക്കറിയാം പി പ്രൈം നമ്പർ ആണെങ്കിൽ പി കോൺഗ്രുവൻ്റ് ടു 1 mod 4 ആവാം, പി കോൺഗ്രുവൻ്റ് ടു 3 mod 4 ആവാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയിട്ട് രണ്ട് ചോയ്സേ ഉള്ളൂ, 1ഉം 3ഉം. ഈ രണ്ട് കേസിൽ നമുക്ക് ഒന്നാമത്തെ കേസിൽ പിന്നെ 4k + 1 എന്നുള്ള രൂപത്തിൽ എഴുതാം. പ്രൈം നമ്പറാണ് 4k + 1, ഒന്നില്ലെങ്കിൽ 4k + 1 എന്നുള്ള രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ 4k + 3 എന്നുള്ള ഫോമിലായിരിക്കും. ഈ രണ്ട് കേസിലും സ്ക്വയർ ചെയ്ത് നോക്കുക. സ്ക്വയർ ചെയ്താൽ ഒന്നില്ലെങ്കിൽ 16k² + 8k + 1 എന്നുള്ള രൂപത്തിൽ വരും, അല്ലെങ്കിൽ 16k² + 24k, അവിടെ k വിട്ട് പോയിട്ടുണ്ട്, 24k + 9 എന്നുള്ള രൂപത്തിൽ വരും. 9നെ ഞാൻ 8 + 1 എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പോൾ 16k² + 8k + 1നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1, അല്ലെങ്കിൽ പി സ്ക്വയർ -1നെ 8 ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസോ പി സ്ക്വയറിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എഴുതാം? പി സ്ക്വയർ -1 എങ്ങനെയായിരിക്കും? പി സ്ക്വയർ -1 വിൽ ബി ഈക്വൽ ടു 16k² + 24k + 8, അതും 8നോട് ഡിവിസിബിൾ ആണ്. അതായത് ഈ രണ്ട് കേസിലും പി പ്രൈം ആണെങ്കിൽ പി സ്ക്വയറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആയിരിക്കും, അല്ലെങ്കിൽ പി സ്ക്വയർ -1നെ 8 ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ രണ്ട് ടേം നമ്മൾ നമ്പർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ 2ലുള്ള ആദ്യത്തെ രണ്ട് നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ടേമും 8നോട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, 64 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അതായത് പി സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 1 + സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m പി ഐ സ്ക്വയർ -1 mod 24 ആയിരിക്കും. ഓക്കെ,
അതായത് പി സ്ക്വയർ മൈനസ് വൺ കോൺഗ്രുവൻറ്റ് ടു സമ്മേഷൻ ഐ റൺസ് ഫ്രോം 1 to m പി ഐ സ്ക്വയർ മൈനസ് വൺ മോഡ് 24 അല്ല 64 ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ടേം കോൺഗ്രുവൻസിലെ ലെഫ്റ്റിലുള്ള നമ്പറും റൈറ്റിലുള്ള നമ്പറും 8 ഡിവിസിബിൾ ആയിരിക്കും. കാരണം പി ഓഡ് നമ്പറാണ്. അപ്പോൾ പി സ്ക്വയർ മൈനസ് വണ്ണ് 8 ഡിവിസിബിൾ ആയിരിക്കും. മോർ ഓവർ റൈറ്റ് സൈഡിലുള്ള ഓരോ ടേമും, അതായത് പി ഐ സ്ക്വയർ മൈനസ് വണ്ണുകളൊക്കെ 8 ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സമ്മും 8 ഡിവിസിബിൾ ആയിരിക്കും. 8 അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് കോൺഗ്രുവൻസിനെ ഇങ്ങനെ മാറ്റി എഴുതാം. 1/8 പി സ്ക്വയർ മൈനസ് വൺ കോൺഗ്രുവൻറ്റ് ടു 1/8 സമ്മേഷൻ ഐ റൺസ് ഫ്രോം 1 to m പി ഐ സ്ക്വയർ മൈനസ് വൺ മോഡ് 8. ഓക്കെ, കോൺഗ്രുവൻസിനെ 8 ഡിവൈഡ് ചെയ്യാം. അതായത് 8 പി സ്ക്വയർ മൈനസ് 1/8 മൈനസ് സമ്മേഷൻ ഐ റൺസ് ഫ്രോം 1 to m 1/8 പി സ്ക്വയർ മൈനസ് 1/8 അവിടെ ഒരു 1/8 അധികം ഉണ്ട്. പി ഐ സ്ക്വയർ മൈനസ് 1/8 മതി. 1/8 ഇൻറ്റു പി ഐ സ്ക്വയർ മൈനസ് 1/8 ആവശ്യമില്ല. ഓക്കെ, അതായത് പി സ്ക്വയർ മൈനസ് 1/8 മൈനസ് സമ്മേഷൻ ഐ റൺസ് ഫ്രോം 1 to m പി ഐ സ്ക്വയർ മൈനസ് 1/8 ഈക്വൽ ടു 8k എന്നായിരിക്കും ഫോർ സം k ബിലോങ്സ് ടു z. ഓക്കെ, അതായത് പി സ്ക്വയർ മൈനസ് 1/8 ഈക്വൽ ടു 8k പ്ലസ് സമ്മേഷൻ ഐ റൺസ് ഫ്രോം 1 to m പി ഐ സ്ക്വയർ മൈനസ് 1/8 ആയിരിക്കും. ദെർഫോർ മൈനസ് 1 റൈസ് ടു പി സ്ക്വയർ മൈനസ് 1/8 എന്തിന് ഈക്വൽ ആയിരിക്കും? മൈനസ് 1 റൈസ് ടു 8k പ്ലസ് സമ്മേഷൻ ഐ റൺസ് ഫ്രോം 1 to m പി ഐ സ്ക്വയർ മൈനസ് 1/8 ഈക്വൽ ആയിരിക്കും മൈനസ് 1 റൈസ് ടു 8k. അത് 1 ആയിരിക്കും, കാരണം 8k ഈവൻ നമ്പറാണ്. ഓക്കെ, 8k ഈവൻ നമ്പറാണ്. അപ്പോൾ മൈനസ് 1 റൈസ് ടു 8k 1 ആയിരിക്കും. 1 ഇൻറ്റു മൈനസ് 1 റൈസ് ടു സമ്മേഷൻ ഐ റൺസ് ഫ്രോം 1 to m പി ഐ സ്ക്വയർ മൈനസ് 1/8 ആയിരിക്കും. അതായത് മൈനസ് 1 റൈസ് ടു പി സ്ക്വയർ മൈനസ് 1/8 മൈനസ് 1 റൈസ് ടു സമ്മേഷൻ ഐ റൺസ് ഫ്രോം 1 to m പി ഐ സ്ക്വയർ മൈനസ് 1/8 ഈക്വലാണ്. അതാണ് ക്ലെയിം. നമ്മളുടെ ക്ലെയിം അതാണ്. അപ്പോൾ ക്ലെയിം 2 കൊടുത്താൽ നമ്പർ ചെയ്ത ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ നമുക്ക് റിക്വയർഡ് റിസൾട്ട് ആവും 2/p ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു പി സ്ക്വയർ മൈനസ് 1/8. ഇതാണ് രണ്ട് പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ ലെജൻഡറി സിമ്പലിൻ്റെ കേസിൽ നമ്മൾ റെസിപ്രോസിറ്റി ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ജാക്കോബി സിമ്പലിൻ്റെ കേസിൽ വരുന്ന റെസിപ്രോസിറ്റി ലോ ആണ്, സിമിലർ ആണ്. പിയും ക്യൂവും ഓഡ് ഇൻറ്റീജേഴ്സ് ആണെന്ന് കരുതുക, ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈം ആവണം. അങ്ങനെയാണെങ്കിൽ പി ബൈ ക്യൂ ഇൻറ്റു ക്യൂ ബൈ പി, ജാക്കോബി സിമ്പൽ പി ബൈ ക്യൂ ഇൻറ്റു ക്യൂ ബൈ പി ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1/4. നമ്മൾ ലെജൻഡറി സിമ്പലിൻ്റെ കേസിൽ പറഞ്ഞ റെസിപ്രോസിറ്റി ലോക്ക് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈം ആവും. ഓക്കെ, ഇനി പ്രൂഫ് നോക്കുക. പി അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുക. P1 P2 എക്സെട്ര P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര PM. ക്യൂവിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യുക. Q1 Q2 എക്സെട്ര Qn. പിയും ക്യൂവും ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, അതിൽ പിയും ക്യൂവും ഈ പി ഐസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിക്കോണമെന്നില്ല, ക്യൂ ഐസും ഡിസ്റ്റിങ്ക്റ്റ് ആയിക്കോണമെന്നില്ല. പക്ഷേ പി ഐസും ക്യൂ ഐസും കൺസിഡർ ചെയ്യുമ്പോൾ പി ഐസും ക്യൂ ജെയ്സും ഈക്വൽ ആവില്ല ഒരു ഐക്കും ജെയ്ക്കും. കാരണം പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈമാണ്. റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് തന്നെ പിക്കും ക്യൂക്കും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല, 1 അല്ലാതെ. അതായത് കോമൺ പ്രൈം ഫാക്ടേഴ്സും അതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പി ഈക്വൽ ടു P1 P2 എക്സെട്ര PM, ക്യൂ ഈക്വൽ ടു Q1 Q2 എക്സെട്ര Qn ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി പി ബൈ ക്യൂ ക്യൂ ബൈ പി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പി ബൈ ക്യൂ ഇൻറ്റു ക്യൂ ബൈ പി ബൈ ഡെഫിനേഷൻ ഓഫ് ജാക്കോബി സിമ്പൽ സമ്മേഷൻ ജനറൽസ് ഫ്രം 1 to n
പി ബൈ ക്യൂ ജെ ലെജൻഡറി സിമ്പിളാണ് ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m ക്യൂ ബൈ പി ഐ. ഇനി പിൻ്റെയും ക്യൂവിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ കൊടുക്കുക. സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n P1 P2 എക്സെട്ര പി എം ബൈ ക്യൂ ജെ സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m Q1 Q2 എക്സെട്ര പി ഐ. ഇവിടെ ഞാൻ രണ്ട് കാര്യം ചെയ്തിട്ടുണ്ട്. ആദ്യം ഡെഫിനിഷൻ കൊടുത്തു, പിന്നെ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾക്കറിയാം ലെജൻഡറി സിമ്പിൾ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ P1 P2 എക്സെട്ര പി എം ഡിവൈഡ് ബൈ ക്യൂ ജെ ഡിവൈഡ് ബൈ അല്ല ബൈ ക്യൂ ജെനെ നമുക്ക് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആയതുകൊണ്ട് തന്നെ P1 ബൈ ക്യൂ ജെ P2 ബൈ ക്യൂ ജെ എക്സെട്ര പി എം ബൈ ക്യൂ ജെ എന്ന് എഴുതാം. അതേപോലെ തന്നെ അടുത്ത പ്രോഡക്റ്റിന് Q1 ബൈ പി ഐ Q2 ബൈ പി ഐ എക്സെട്ര Qn ബൈ പി ഐ എന്ന് കൊടുക്കാം. ഓക്കെ, പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to m. അത് കാരണം ലെജൻഡറി സിമ്പിൾ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഈ പ്രോഡക്റ്റിനെ ഐക്കും ജെക്കൊക്കെ വാല്യൂ കൊടുത്തിട്ട് എഴുതാം. ആദ്യം ജെ ഈക്വൽ ടു 1 കൊടുത്താൽ P1 ബൈ Q1 P2 ബൈ Q1 ഇൻറ്റു എക്സെട്ര പി എം ബൈ Q1. ജെ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ P1 ബൈ Q2 ഇൻറ്റു P2 ബൈ Q2 എക്സെട്ര പി എം ബൈ Q2 എക്സെട്ര. അവസാനം ജെ ഈക്വൽ ടു n കൊടുക്കുമ്പോൾ P1 ബൈ Qn P2 ബൈ Qn എക്സെട്ര പി എം ബൈ Qn. ഇതേപോലെ രണ്ടാമത്തെ പ്രൊഡക്റ്റിൽ ഐക്ക് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ അടുത്ത ടേംസ് കൊടുക്കും. Q1 ബൈ P1 ഇൻറ്റു Q2 ബൈ P1 എക്സെട്ര Qn ബൈ P1 എക്സെട്ര Q1 ബൈ PM Q2 ബൈ PM എക്സെട്ര Qn ബൈ PM. ഇനി P1 ബൈ Q1 Q1 ബൈ P1 അങ്ങനെ വരുന്ന, അതായത് പി ഐ ബൈ ക്യൂ ജെ ബൈ പി ഐ അങ്ങനെ വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുക. ഓക്കെ, കമ്മ്യൂട്ട് ചെയ്യും, പ്രൊഡക്റ്റാണ് അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യും, നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്, കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് പോസിബിളാണ്. റീഅറേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ മാറ്റി എഴുതുക. P1 ബൈ Q1 Q1 ബൈ P1 P1 ബൈ Q2 Q2 ബൈ P1 എക്സെട്ര PM ബൈ Qn ബൈ PM. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ പ്രോഡക്റ്റ് സിമ്പിൾ വെച്ചിട്ട് എഴുതുക. പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to m ജെ റൺസ് ഫ്രം 1 to n പി ഐ ബൈ ക്യൂ ജെ ബൈ പി ഐ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെജൻഡറി സിമ്പിളാണ് ഇതൊക്കെ. ലെജൻഡറി സിമ്പിളിൽ പി ഐ ബൈ ക്യൂ ജെ ബൈ പി ഐ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. -1 പി ഐ -1 ക്യൂ ജെ -1 ഡിവൈഡ് ബൈ 4. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to m പ്രോഡക്റ്റ് ജെ റൺസ് ഫ്രം 1 to n -1 പി ഐ -1 ക്യൂ ജെ -1 ഡിവൈഡ് ബൈ 4. -1ൻ്റെ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പവേഴ്സിൻ്റെ എടുത്തിട്ട് സം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ -1 സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m ജെ റൺസ് ഫ്രം 1 to n പി ഐ -1 ക്യൂ ജെ -1 ഡിവൈഡ് ബൈ 4. ഓക്കെ, അതിനെ നമ്മൾ R എന്ന് വിളിക്കുക. അപ്പോൾ -1ൻ്റെ പവറിലുള്ള ടേമിന് അപ്പോൾ -1 R. ഇനി ആറിനെ സിംപ്ലിഫൈ ചെയ്ത് വെക്കുക. ആറിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് എഴുതുന്നുണ്ട്. സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n പി ഐ -1 ക്യൂ ജെ -1 ഡിവൈഡ് ബൈ 4. അതിന് 4നെ രണ്ട് ടേമിനും കൊടുക്കുക. സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to 3 1 to m സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n പി ഐ -1 ഇൻറ്റു ക്യൂ ജെ -1 ഡിവൈഡ് ബൈ 4നെ 2 ഉം 2 ആയിട്ട് രണ്ട് ടേമിനും കൊടുക്കുക. 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ക്യൂ ജെ -1 ഡിവൈഡ് ബൈ 2. ഓക്കെ, ആദ്യത്തെ ഉള്ളിലുള്ള സമ്മ് ജെയിലാണ്,
അപ്പോൾ പി ഐ മൈനസ് 1/2 ജെയിൽക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്, അപ്പോൾ സമ്മിൻ്റെ പുറത്ത് വരും. അതായത് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m പി ഐ മൈനസ് 1/2 സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n ക്യു ജെ മൈനസ് 1/2. നമ്മൾ 9.10 എന്നുള്ള തിയറത്തിൻ്റെ പ്രൂഫ് നോക്കുക. അവിടെ നമ്മൾ ക്ലെയിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പി മൈനസ് 1/2 കോൺഗ്രുവൻറ്റ് ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m പി ഐ മൈനസ് 1/2 മോഡ് 2 ആണ്. ഓക്കെ, പി ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനും കൺസിഡർ ചെയ്താൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ ഉള്ള പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്താൽ പി മൈനസ് 1/2 കോൺഗ്രുവൻറ്റ് ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m പി ഐ മൈനസ് 1/2 മോഡ് 2 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് പി മൈനസ് 1/2 ഈക്വൽ ടു 2k1 പ്ലസ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m 1/2 ഇൻറ്റു പി മൈനസ് 1 എന്നുള്ള രൂപത്തിൽ എഴുതാം ഫോർ സം കെ. കാരണം പി മൈനസ് 1/2 മൈനസ് സമ്മേഷൻ ആ 1/2 പി ഐ മൈനസ് 1 2ൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. അതായത് പി മൈനസ് 1/2 മൈനസ് 1 സമ്മേഷൻ ആയ 1/2 പി ഐ മൈനസ് 1 ഈക്വൽ ടു 2k1 ഫോർ സം k1 ബിലോങ്സ് ടു z എന്നുള്ള രൂപത്തിൽ എഴുതാം. പിന്നെ മൈനസ് സമ്മേഷൻ 1/2 പി ഐ മൈനസ് 1നെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ. ഇതേപോലെ തന്നെ നമുക്ക് ക്യൂ മൈനസ് 1/2 ഈക്വൽ ടു സമ്മേഷൻ ക്യൂ മൈനസ് 1/2 ഈക്വൽ ടു 2k2 പ്ലസ് സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n 1/2 ക്യൂ ജെ മൈനസ് 1 എന്നുള്ള രൂപത്തിൽ എഴുതാം ഫോർ സം k2 ബിലോങ്സ് ടു z. അപ്പോൾ ഇനി മൈനസ് 1/2 പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1/4 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആദ്യം 4നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി മൈനസ് 1ന് ക്യൂ മൈനസ് 1ന് കൊടുക്കുക. 2 × 2 ആയിട്ട് മൈനസ് 1/2 പി മൈനസ് 1/2 ഇൻറ്റു ക്യൂ മൈനസ് 1/2. ഇനി നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റീസ് കൊടുക്കുക. പി മൈനസ് 1/2ന് നമ്മൾ ഒരു 2k1 പ്ലസ് സമ്മേഷൻ 1/2 പി ഐ മൈനസ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യൂ മൈനസ് 1/2ന് 2k2 പ്ലസ് സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n 1/2 ക്യൂ ജെ മൈനസ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. അത് കൊടുക്കുക. ഓക്കെ, മൈനസ് 1ൻ്റെ പവർ. അവിടുന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അവിടെ സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് 1/2 2k1 ഇൻറ്റു 2k1 എന്ന് വരുന്ന ടേം ഉണ്ടാവും. പവറിൻ്റെ പവറിൽ രണ്ട് സമ്മിൻ്റെ പ്രൊഡക്റ്റാണ്. ഓക്കെ, അതിൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ ടേം 2k1 ഇൻറ്റു 2k2 ആയിരിക്കും. മൈനസ് 1/2 2k1 ഇൻറ്റു 2k2 ഇൻറ്റു മൈനസ് 1/2 2k1 ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n 1/2 ക്യൂ ജെ മൈനസ് 1. അതായത് 2k1നെ സെക്കൻഡ് ബ്രാക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് ആദ്യം. അപ്പോൾ 2k1 2k2 പിന്നെ രണ്ടാമത്തെ ടേമിനും കൊടുക്കുക 2k1 ഇൻറ്റു സമ്മേഷൻ 1/2 ക്യൂ ജെ മൈനസ് 1. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സമ്മേഷൻ 1/2 പി ഐ മൈനസ് 1നെ രണ്ടാമത്തെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m 1/2 പി ഐ മൈനസ് 1 2k2 മൈനസ് 1/2 സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n 1/2 ഇൻറ്റു പി ഐ മൈനസ് 1 ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n 1/2 ഇൻറ്റു ക്യൂ ജെ മൈനസ് 1. ഓക്കെ, അതിൽ ഈവൺ നമ്പർ പവറായിട്ട് വരുന്ന ടേംസൊക്കെ 1 ആയിട്ട് പോകും. ഓക്കെ, മൈനസ് 1/2 2k1 ഇൻറ്റു 2k2 ഈവൻ നമ്പർ ആയിരിക്കും, അപ്പോൾ 1. പിന്നെ മൈനസ് 1/2 2k1 സമ്മേഷൻ 1/2 ക്യൂ ജെ മൈനസ് 1 ഈവൻ ആയിരിക്കും, കാരണം 2ൻ്റെ പ്രൊഡക്റ്റാണ്, അതും 1 ആയിട്ട് പോകും. മൈനസ് 1/2 സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m 1/2 പി ഐ മൈനസ് 1 ഇൻറ്റു 2k2 അതും ഒരു ഈവൻ പവറിലുള്ള നമ്പർ ഈവൻ നമ്പർ ആയിരിക്കും, അപ്പോൾ അത് 1. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1/2 സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m 1/2 ഇൻറ്റു പി ഐ മൈനസ് 1 സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n 1/2 ക്യൂ ജെ മൈനസ് 1. ഓക്കെ, അതായത് മൈനസ് 1/2 സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m 1/2 പി ഐ മൈനസ് 1 ഇൻറ്റു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n 1/2 ഇൻറ്റു ക്യൂ ജെ മൈനസ് 1. അതാണ് നമ്മളുടെ R, അതായത് മൈനസ് 1/6. ഓക്കെ,
അതായത് നമുക്കിപ്പോൾ കിട്ടിയത് -1 ഇൻറ്റു ക്യൂ -1/4 -1 ആണ് കിട്ടിയിട്ടുണ്ട്. -1 എന്തിന് ഈക്വലാണ്? P/Q ഇൻറ്റു Q/Pക്ക് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P/Q ഇൻറ്റു Q/P -1/P-1 ഇൻറ്റു Q -1/4 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് റെസിപ്രോസിറ്റി ലോ. സിമ്പിളാണ്. ഇനി ഈ പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിച്ചിട്ട് ജാക്കോബി സിമ്പൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്ക്. ഡിറ്റർമൈൻ വെദർ Q8 is a quadratic residue or quadratic non-residue of 1,999. ഓക്കെ, ഈ ജാക്കോബി സിമ്പൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് റെസിഡ്യൂസും ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂസൊക്കെ പറയാം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ജാക്കോബി സിമ്പലിൻ്റെയും ലെജൻഡറി സിമ്പലിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതിൽ ഏതിൻ്റെയൊക്കെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ചിലപ്പോൾ ജാക്കോബി സിമ്പലിൻ്റെ ഐഡിയാസ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ ലെജൻഡറി സിമ്പൽ മാത്രം മതിയാവും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 888-1,999 ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണോ ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 888-നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 888-നെ എനിക്ക് എങ്ങനെ ആക്കിയിട്ട് എഴുതാം? 2³ ഇൻറ്റു 3 ഇൻറ്റു 3 37 എന്ന് എഴുതാം. ഓക്കെ, അതാണ് 888-ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ചെറിയൊരു ഐഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 2³ 2 ഇൻറ്റു 2² എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം 2/P കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ 888 ഡിവൈഡ് ബൈ 1,999 എന്തിന് ഈക്വൽ ആയിരിക്കും? 2 ഇൻറ്റു 2² ഇൻറ്റു 3 ഇൻറ്റു 37/1,999 ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ലെജൻഡറി സിമ്പലിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2/1,999 ഇൻറ്റു 2² ഇൻറ്റു 3/1,999 ഇൻറ്റു 1,999. നമ്മളിപ്പോൾ പറയുന്നത് ലെജൻഡറി സിമ്പലിലാണ്. കാരണം ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണോ നോൺ റെസിഡ്യൂ ആണോ എന്നൊക്കെയുള്ള ഐഡിയ ലെജൻഡറി സിമ്പിളാണ് തരുന്നത്. ഓക്കെ, അത് 2/1,999 1 ആയിരിക്കും. കാരണം 2/P 1 ആവും. P കോൺഗ്രുവൻ്റ് ടു 1 ± മോഡ് 8 ആവുമ്പോൾ. ഓക്കെ, അവിടെ 1,999-നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ആ പ്രോപ്പർട്ടി വെച്ചിട്ട് 2/1,999 1 ആണെന്ന് പറയാം. 1,999-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 7 വരുന്നുണ്ട്. ഓക്കെ, അതായത് P കോൺഗ്രുവൻ്റ് ടു -1 മോഡ് 8 ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണ്. ഓക്കെ, 1. പിന്നെ 2² അത് 2² ഒരു സ്ക്വയർ നമ്പറാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആവും. ഏത് സ്ക്വയർ നമ്പറും ഒരു ഓഡ് പ്രൈമിൻ്റെ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണ്. അപ്പോൾ 2² 1 ആയിട്ട് വരും. പിന്നെ 3/1,999 37/1,999 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ ഫോർ ജാക്കോബി സിമ്പൽ വെച്ചിട്ട് കണ്ടെത്തും. ഓക്കെ, ഇതാണ് എഴുതിയത്. ടു കാൽക്കുലേറ്റ് 3/1,999 ഇൻറ്റു 37/1,999 യൂസിങ് ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ ഫോർ ജാക്കോബി സിമ്പൽ. ഓക്കെ, അപ്പോൾ 3/1,999 ഇൻറ്റു 37/1,999 കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ജാക്കോബി സിമ്പിളാണ്. ഓക്കെ, അതെന്തിന് ഈക്വൽ ആയിരിക്കും? ജാക്കോബി സിമ്പൽ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആയതുകൊണ്ട് തന്നെ 3 ഇൻറ്റു 37/1,999 ഈക്വൽ ആയിരിക്കും 3 ഇൻറ്റു 37 111 ഓക്കെ, അപ്പോൾ 1,111/1,999 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ജാക്കോബി സിമ്പൽ ഉപയോഗിക്കുക. അതിൻ്റെ റെസിപ്രോസിറ്റിയിലോ എന്താണ്?
triple one divided by 1,999 into 1,999 by 111 equal to minus 1 raised to 111 minus 1 into 1,999 minus 1 divided by 4. Okay, simplify ചെയ്താൽ minus 1 raised to 55 into 999, അതായത് ഈവൻ നമ്പറാണ്. അപ്പോൾ മൈനസ് വൺ രണ്ട് ഈവൻ നമ്പേഴ്സ് ഈവൻ അല്ല ഓഡ്, രണ്ട് ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ മൈനസ് വൺ റേസ് ടു അതിന് ഓഡ് നമ്പർ എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ മൈനസ് വൺ. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 1,999 ഡിവൈഡ് ബൈ 1,111 ബൈ 1,999 അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താൻ നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയത് ഉപയോഗിക്കുക. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? മൈനസ് 1 ബൈ 1,999 ബൈ 1,111. ഓക്കെ, 1,999 ബൈ 1,111, അതായത് മൈനസ് 1 ബൈ മൈനസ് 1 1,999 ബൈ 1,111. ഓക്കെ, 111 അതിന് ഈക്വൽ ആയിരിക്കും. കാരണം ഡിനോമിനേറ്ററിലുള്ള ജാക്കോബി സിമ്പലിൻ്റെ സൈനിനനുസരിച്ചായിരിക്കും മൈനസ് 1 ബൈ ഡിനോമിനേറ്ററിലുള്ള ആ ടേം. ഡിനോമിനേറ്ററിലുള്ള ആ ടേം മൈനസ് 1 ആണെങ്കിൽ പോസിറ്റീവ് ആവും. ഓക്കെ, അതായത് അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഡിനോമിനേറ്ററിലുള്ള ടേമും പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് 1 ആയിരിക്കും, അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൈനസ് 1 ബൈ 1,999 ബൈ 112 മൈനസ് ഓഫ് 1,999 ബൈ 112ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി 1,999 112 അല്ലെങ്കിൽ Z112 1,999 എവിടെ വരുന്നത് നോക്കണം. ഓക്കെ, അതാണ് ചെയ്തത്. ഏത് റെസിഡ്യൂ ക്ലാസ്സിലാണ്? അപ്പോൾ 1,999നെ 11നോട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. അപ്പോൾ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? മൈനസ് ഓഫ് 1 ബൈ 1,111 ആയിരിക്കും. 1,111 ആയിരിക്കും. ഓക്കെ, മൈനസ് 1 ബൈ 1,111. അപ്പോൾ നമുക്ക് 11 ബൈ 111 ബൈ 1,999 എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. മൈനസ് 1 ബൈ 111. ഓക്കെ, 111 മൈനസ് ഓഫ് 1 ബൈ 111. ഓക്കെ, 1 ബൈ 111 എന്താണെന്ന് നമുക്കറിയാം. 1 എല്ലാ നമ്പറിൻ്റെയും ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണ്, എല്ലാ പ്രൈം നമ്പറിൻ്റെയും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ 1 ബൈ 111 എന്തിന് ഈക്വൽ ആയിരിക്കും? 1 ബൈ 3 ഇൻറ്റു 37 ഈക്വൽ ആയിരിക്കും. നമ്മൾ ജാക്കോബി സിമ്പൽ താഴെയുള്ള നമ്പറിലും സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൈംസിലും സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈനസ് ഓഫ് 1 ബൈ 3 ഇൻറ്റു ജാക്കോബി സിമ്പൽ 1 ബൈ 37 ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1 സ്ക്വയർ നമ്പറാണ്, അതുകൊണ്ട് 1 ബൈ 3യും 1 ബൈ 37നും 1 തന്നെയായിരിക്കും ലെജൻഡറി സിമ്പൽ. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് 1 ഇൻറ്റു 1 വരും, മൈനസ് 1 വരും. അതായത് 888 ബൈ 1,999 1 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ ആണെന്ന് പറയാം. ഇനി ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോൾവ്ഡ് ആണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡയഫൻ്റെ ഇക്വേഷൻ ഉണ്ട്, അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല എന്നൊക്കെയുള്ള കേസാണ്. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.